ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. LDC ചലഞ്ചിന്റെ ഡേ 7 ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് കേരള നവോത്ഥാനം. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അനുബന്ധ വിവരങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരള ലിങ്കൺ എന്നറിയപ്പെട്ടത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൺ എന്ന് അറിയപ്പെട്ടത്. പണ്ഡിറ്റ് കറുപ്പൻ. ചെറുപ്പകാലത്ത് കുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാൻ. ചെറുപ്പകാലത്ത് കുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ ആണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ ഐക്യം വിഭാവനം ചെയ്തുകൊണ്ട് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ ഐക്യം വിഭാവനം ചെയ്തുകൊണ്ട് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആര്? വക്കം മൗലവി. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. ഏതു വർഷമാണ് തൈക്കാടയ്യ അന്തരിച്ചത്? 1909 തൈക്കാടയ്യ അന്തരിച്ചത്. തൈക്കാടയ്യ ജനിച്ച വർഷം 1814. ശ്രദ്ധിക്കുക, 1814 തൈക്കാടയ്യ ജനിച്ചത്. 1909 അന്തരിച്ചു. അടുത്ത ചോദ്യം, ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത്. കുമ്പളത്തെ സന്മാർഗ പ്രദീപ സഭയ്ക്ക് രക്ഷാധികാരി ആയിരുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കുമ്പളത്തെ സന്മാർഗ പ്രദീപ സഭ, ശ്രദ്ധിക്കുക, സന്മാർഗ പ്രദീപ സഭയ്ക്ക് രക്ഷാധികാരി ആയിരുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. ഏതു വർഷമാണ് ശ്രീനാരായണ ഗുരു 2ാം പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചത്? 1926. 1926 ശ്രീനാരായണ ഗുരു രണ്ട് പ്രാവശ്യമേ ആകെ ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം 1926 പന്മന ആശ്രമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പന്മന ആശ്രമം. അപ്പൊ നമുക്ക് ഇതിനെ തുടർന്നുള്ള കുറച്ച് അനുബന്ധ വിവരങ്ങൾ കൂടി നോക്കാം. നമ്മൾ പറഞ്ഞു കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. എന്നാൽ കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് ദാമോദരനാണ്. കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് ദാമോദരൻ. കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സാരഥികളിൽ ഒരാളായിരുന്നു. കേരള മാർക്സ് ആരാണ്? ദാമോദരനാണ്. ശ്രദ്ധിക്കുക. ഇനി കേരള കിസിഞ്ചർ എന്നറിയപ്പെട്ടത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന ബേബി ജോൺ ആണ്. ആരാണ്? കേരള കിസിഞ്ചർ എന്നറിയപ്പെട്ടത് ബേബി ജോൺ ആണ്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ സമവായത്തിലെത്തിക്കാൻ അദ്ദേഹം പുലർത്തിയ നയതന്ത്രജ്ഞതയാണ് ഈ അപരനാമത്തിന് അർഹനാക്കിയത്. ആരാണ് കിസിഞ്ചർ? സമാധാന നോബലിന് അർഹനായ അമേരിക്കൻ നയതന്ത്രജ്ഞനായിരുന്നു ഹെൻറി കിസിഞ്ചർ. അപ്പൊ കേരള കിസിഞ്ചർ എന്നറിയപ്പെട്ടത് ബേബി ജോൺ ആണ്. നേരത്തെ പഠിച്ച എന്തായിരുന്നു? കേരള മാർക്സ് എന്നറിയപ്പെട്ടത് ദാമോദരനാണ്. ഓക്കെ. ഇനി കേരള ക്രൂഷേവ് എന്നറിയപ്പെട്ടത് ആരാണ്? MN ഗോവിന്ദൻ നായർ. ആരാണ് MN ഗോവിന്ദൻ നായർ? ലക്ഷം വീട് പദ്ധതി, കേരളത്തിലെ ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് MN ഗോവിന്ദൻ നായരാണ്. കൂടാതെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു MN ഗോവിന്ദൻ നായർ. കേരള ക്രൂഷേവ് എന്ന വിശേഷണമാണ് അദ്ദേഹത്തിനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 CPM PI എന്നിങ്ങനെ CPI എന്നിങ്ങനെ രണ്ടായി പിളർന്നപ്പോൾ CPM കേരള ഘടകത്തെ EMSഉം CPI കേരള ഘടകത്തെ MN ഗോവിന്ദൻ നായരുമാണ് നയിച്ചത്. അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായ അദ്ദേഹമാണ് ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ഒന്നുകൂടെ എന്തായാലും പറയാം. കേരള ക്രൂഷേവ് എന്നറിയപ്പെട്ടത് MN ഗോവിന്ദൻ നായരാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറി ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 രണ്ടായി പിളർന്നു. CPM CPI. അങ്ങനെ പിളർന്നപ്പോൾ CPMന്റെ കേരള ഘടകത്തിന്റെ നേതൃത്വം കൊടുത്തത് EMSഉം CPIക്ക് നേതൃത്വം കൊടുത്തത് MN ഗോവിന്ദൻ നായരുമാണ്.
സി അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 1967-69 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അച്യുതമേനോൻ വരുന്നത്. ആ സമയത്ത് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായ അദ്ദേഹമാണ് ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ഫാക്ട് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കാം, അമേരിക്കൻ അടിമത്തം അവസാനിപ്പിച്ച എന്നാണ് അമേരിക്കയിൽ അടിമത്തം അവസാനിപ്പിച്ചത്? 1863. 1863 അമേരിക്കയിൽ അടിമത്തം അവസാനിപ്പിച്ചത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ അശ്രാന്ത പരിശ്രമം അദ്ദേഹത്തെ കേരള ലിങ്കൺ എന്ന വിശേഷണത്തിന് അർഹനാക്കി. അപ്പോ എബ്രഹാം ലിങ്കൺ അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. 1863 അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി അമേരിക്കയിൽ അടിമത്തം അവസാനിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ അധസ്ഥിതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. അതുകൊണ്ട് തന്നെ കേരള ലിങ്കൺ എന്ന വിശേഷണത്തിന് തീർച്ചയായും അർഹൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്ത ചോദ്യം നോക്കാം. നിയമസഭയിൽ സ്പീക്കർ സ്ഥാനം വഹിക്കെ അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവാണ് KM സീതി. നേരത്തെ പറഞ്ഞ വക്കം മൗലവി ഉത്തരം വരുന്ന ചോദ്യം എന്തായിരുന്നു? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ ഐക്യം വിഭാവനം ചെയ്തുകൊണ്ട് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചതാരെ വക്കം മൗലവി. ഇതിലെ ഓപ്ഷൻ ബി KM സീതി ആയിരുന്നു. ആരാണ് KM സീതി എന്നാണ് ഞാനിപ്പോ പറയുന്നത്. ആരാണ്? നിയമസഭയിൽ സ്പീക്കർ സ്ഥാനം വഹിക്കെ അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവാണ് KM സീതി. രണ്ടാം ലോക മഹായുദ്ധാനന്തരം മോചിതരായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരിൽ ഒരാളായ മുഹമ്മദ് അബ്ദുറഹ്മാൻ അറിയപ്പെട്ടിരുന്ന പേരാണ് കേരള സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സ്ഥാപിതമായ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലത്ത് അറിയപ്പെടുന്നത് തങ്ങളുകുഞ്ഞ് മുസ്ലിയാർ. TKM എഞ്ചിനീയറിംഗ് കോളേജ് തങ്ങളുകുഞ്ഞ് മുസ്ലിയാരുടെ പേരിലാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സ്ഥാപിതമായ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക. പിന്നെ കേരള സാക്ഷരതയുടെ പിതാവ് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹത്തിന്റെ 2 ഫാക്റ്റും കൂടെ പഠിക്കാം. ഓരോ പള്ളിക്കും ഒപ്പം ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാവറയച്ചനാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ചാവറയച്ചനാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സംരംഭമായി NSSന്റെ വിദ്യാലയങ്ങളെ വളർത്തിയെടുത്തത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ നമ്മളിവിടെ നോക്കിയാലും NSSന്റെ സ്കൂളും കോളേജും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സംരംഭമായി NSSന്റെ വിദ്യാലയങ്ങളെ വളർത്തിയെടുത്തത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ ഡോക്ടർ പൽപുവിനെ പറ്റി ഒരു എക്സ്ട്രാ ഫാക്റ്റും കൂടെ ഞാൻ പറയാൻ പോവാ. ഈഴവ സമുദായങ്ങളെ സംഘടിപ്പിക്കുന്നതിനായി പരിശ്രമിച്ച ആദ്യത്തെ നേതാവാണ് ഡോക്ടർ പൽപു. അപ്പൊ ഡോക്ടർ പൽപു ഇടപെട്ട സമുദായം ഏതാണ്? ഈഴവ സമുദായമാണ്. ഓക്കെ. അപ്പൊ ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കാരണം അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് ജനിച്ചത്. 1926 ശ്രീനാരായണ ഗുരു രണ്ടാമത് ശ്രീലങ്ക സന്ദർശിച്ചത്. വിദ്യാനന്ദൻ, സുഗുണാനന്ദൻ എന്നീ ശിഷ്യന്മാർക്കൊപ്പമാണ് ഗുരു ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തിറങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ആരൊക്കെയാണ്? വിദ്യാനന്ദൻ, സുഗുണാനന്ദൻ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇംഗ്ലീഷുകാരുടെ ഭരണത്തെ വെണ്ണീജൻ എന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ അനന്തപുരിയിലെ നീജൻ എന്നും വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യ വൈകുണ്ഠർ ആണ്. ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീജ ഭരണമെന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ അനന്തപുരിയിലെ നീജൻ എന്നും വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യ വൈകുണ്ഠരാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ സന്യാസ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ സന്യാസി ശിഷ്യൻ ആരാണ്? ശിവലിംഗദാസ സ്വാമികളാണ്. ആരുടെ ഉപദേശപ്രകാരമാണ് 1924 ഏപ്രിൽ 1 വൈക്കം സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെച്ചത്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഉപദേശപ്രകാരമാണ് 1924 ഏപ്രിൽ 1 വൈക്കം സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം. ദർശനമാലയുടെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു രചിച്ച ഒരു കൃതിയാണ് ഏത്? ദർശനമാല. രവീന്ദ്രനാഥ ടാഗോറിന് ആദരം അർപ്പിച്ചുകൊണ്ട്
ദിവ്യകോകിലം എന്ന കവിത രചിച്ചത് ആരാണ്? കുമാരനാശാൻ. അപ്പൊ കുമാരനാശാനാണ് രവീന്ദ്രനാഥ ടാഗോറിന് ആദരം അർപ്പിച്ചുകൊണ്ട് ദിവ്യകോകുലം, ഏതാണ്? ദിവ്യകോകിലം എന്ന കവിത രചിച്ചത് ആരാണ്? കുമാരനാശാനാണ്. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോദിച്ചുകൊണ്ട് സമാധി സങ്കല്പം, ശ്രദ്ധിക്കുക, സമാധി സങ്കല്പം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സങ്കല്പം. അത് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോദിച്ചുകൊണ്ട് രചിച്ച കൃതിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കൃതി. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് വീണപൂവ്. വീണപൂവ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം പ്രമേയമായ ഗുരു എന്ന നോവൽ രചിച്ചത് ആരാണ്? കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ രചിച്ച നോവലാണ് ഗുരു. പ്രകടമായ ബുദ്ധമത സ്വാധീനം പുലർത്തുന്ന മലയാള കവി. അപ്പൊ പ്രകടമായ ബുദ്ധമത സ്വാധീനം പുലർത്തുന്ന മലയാള കവി ആരാണ്? കുമാരനാശാൻ. പ്രകടമായ ബുദ്ധമത സ്വാധീനം പുലർത്തുന്ന മലയാള കവിയായിരുന്നു കുമാരനാശാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, ആരുമായി ചേർന്നാണ് മന്നത്തു പത്മനാഭൻ ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്? ശ്രദ്ധിക്കുക, ആരുമായി ചേർന്നാണ് മന്നത്തു പത്മനാഭൻ ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ആർ ശങ്കർ. ഈ 10 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇംഗ്ലീഷുകാരുടെ ഭരണത്തെ വെണ്ണീജൻ എന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ അനന്തപുരിയിലെ നീജൻ എന്നും വിശേഷിപ്പിച്ചത് അയ്യാ വൈകുണ്ഠരാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ സന്യാസ ശിഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. ആരുടെ ഉപദേശപ്രകാരമാണ് 1924 ഏപ്രിൽ 1 വൈക്കം സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെച്ചത്? മഹാത്മാഗാന്ധിയുടെ. ദർശനമാലയുടെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ദർശനമാലയുടെ കർത്താവ്. രവീന്ദ്രനാഥ ടാഗോറിന് ആദരം അർപ്പിച്ചുകൊണ്ട് ദിവ്യകോകിലം എന്ന കവിത രചിച്ചത് കുമാരനാശാനാണ്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സങ്കല്പം എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് വീണപൂവ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം പ്രമേയമായ ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രനാണ്. പ്രകടമായ ബുദ്ധമത സ്വാധീനം പുലർത്തുന്ന മലയാള കവിയായിരുന്നു കുമാരനാശാൻ. ആരുമായി ചേർന്നാണ് മന്നത്ത് പത്മനാഭൻ ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്? ആർ ശങ്കർ. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സും കൂടെ പറയാം. അപ്പോ അയ്യാ വൈകുണ്ഠർ 1837 സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് ശിങ്കാരത്തോപ്പ് ജയിലിൽ പാർപ്പിച്ചു. ഇതിലൊരു 2-3 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1837 സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം ശിങ്കാരത്തോപ്പ് ജയിലിൽ പാർപ്പിച്ചു. ആരുടെ കാലത്ത്? സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ. ഏത് വർഷത്തിൽ? 1837. ഏത് ജയിലിലാണ് പാർപ്പിച്ചത്? ശിങ്കാരത്തോപ്പ്. ആരെയാണ്? വൈകുണ്ഠസ്വാമികളെ. ഓക്കെ. ശിവലിംഗദാസ സ്വാമികൾ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായിരുന്നു കുഞ്ചു അയ്യപ്പൻ പിള്ള. ശിവലിംഗദാസ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ സന്യാസി ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കുഞ്ചു അയ്യപ്പൻ പിള്ള. ഇനി 1924 ഏപ്രിൽ 7 സത്യാഗ്രഹം വീണ്ടും തുടങ്ങി. അപ്പം 1924 ഏപ്രിൽ 1 വൈക്കം സത്യാഗ്രഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം താൽക്കാലികമായി നിർത്തിവെച്ചു. 1924 ഏപ്രിൽ 7 സത്യാഗ്രഹം വീണ്ടും തുടങ്ങി. ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ദർശനമാല രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. അദ്വൈത വേദാന്ത തത്വങ്ങൾ വളരെ വ്യക്തമായി ആവിഷ്കരിച്ചിരിക്കുന്ന കൃതിയാണ് ദർശനമാല. അദ്വൈത വേദാന്ത തത്വങ്ങൾ എന്താണ്? അദ്വൈത വേദാന്ത തത്വങ്ങൾ വളരെ വ്യക്തമായി ആവിഷ്കരിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതെന്ന് ചോദിക്കാം. ദർശനമാല. കുമാരനാശാന്റെ കാര്യം പറഞ്ഞ 1922 ടാഗോർ ശിവഗിരി സന്ദർശനത്തിന് എത്തിയപ്പോൾ ശ്രീനാരായണ ഗുരുവുമായി നടത്തിയ സംഭാഷണം തത്സമയം പരിഭാഷപ്പെടുത്തിയത് കുമാരനാശാനാണ്. ഇതില് 2 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാണ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്? അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവും ടാഗോറും കണ്ടുമുട്ടിയ വർഷം 1922. അവർക്കിടയിൽ മീഡിയേറ്റർ ആയിട്ട് നിന്നത് അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്താൻ നിന്നത് ആരാണ്? കുമാരനാശാനാണ്. ഓക്കെ.
വീണപ്പൂവിന്റെ കാര്യം പറഞ്ഞായിരുന്നു. കാൽപ്പനിക വസന്തം. ഒരു പൂവിന്റെ ജനനം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷികതയാണ് വീണപൂവിൽ ആശാൻ ആവിഷ്കരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഗുരു എന്ന കൃതി രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രനാണ്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഗുരു എന്ന നോവൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രനാണ്. അതുപോലെ രണ്ട് കാര്യങ്ങൾ, ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമായ യുഗപുരുഷൻ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. ഈ സിനിമയിൽ ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിച്ചത് ആരാണ്? തലൈവാസൽ വിജയ് ആണ്. തമിഴ് നടനായ തലൈവാസൽ വിജയ് ആണ് ശ്രീനാരായണ ഗുരുവിന്റെ വേഷം ചെയ്തത്. ഇനി കുമാരനാശാനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ. ബുദ്ധമത വിശ്വാസിയായിരുന്നു എന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ബുദ്ധമതാധിഷ്ഠിതമായ ആശാന്റെ രചനകളാണ് ചണ്ടാല ഭിക്ഷുകിയും കരുണയും. അപ്പം ബുദ്ധമതത്തിന്റെ ഒരു പ്രമേയം വരുന്ന അല്ലെങ്കിൽ ബുദ്ധമതത്തിൽ അധിഷ്ഠിതമായ ആശാന്റെ രണ്ട് രചനകളാണ് ചണ്ടാല ഭിക്ഷുകിയും. ചണ്ടാല ഭിക്ഷുകി രചിച്ച വർഷം 1922. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച അതേ വർഷം തന്നെ. കണക്ട് ചെയ്ത് പഠിക്കാം. ചണ്ടാല ഭിക്ഷുകിയും കരുണ 1923 ചണ്ടാല ഭിക്ഷുകി 1922 വാസവദത്ത എന്ന വാരസുന്ദരിക്ക് ബുദ്ധശിഷ്യനായ ഉപഗുപ്തനോട്, വാസവദത്തയും ഉപഗുപ്തന്റെയും കഥയാണ് ഏതിനകത്ത് പറയുന്നത്? കരുണയിലെ പ്രമേയം അല്ലെങ്കിൽ കരുണയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് വാസവദത്തയും ഉപഗുപ്തനും. അപ്പൊ വാസവദത്ത എന്ന വാരസുന്ദരിക്ക് ബുദ്ധ ശിഷ്യനായ ഉപഗുപ്തനോട് തോന്നുന്ന ആസക്തിയാണ് കരുണ എന്ന കൃതിയുടെ പ്രമേയം. പിന്നെ ചണ്ടാല ഭിക്ഷുകിയിലെ കഥാപാത്രമാണ് മാതങ്കി. അപ്പൊ മാതങ്കി എന്ന ചണ്ടാല യുവതിക്ക് ബുദ്ധശിഷ്യനായ ആനന്ദ ഭിക്ഷു. അപ്പൊ മാതങ്കിയും ആനന്ദ ഭിക്ഷുവുമാണ് ചണ്ടാല ഭിക്ഷുകിയുടെ രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. മാതങ്കി എന്ന ചണ്ടാല യുവതിക്ക് ബുദ്ധശിഷ്യനായ ആനന്ദ ഭിക്ഷുവിനോട് തോന്നുന്ന അഭിനിവേശമാണ് ചണ്ടാല ഭിക്ഷുകിയിലെ പ്രമേയം. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യം ബുദ്ധമത വിശ്വാസിയായിരുന്നു ആര്? കുമാരനാശാൻ. ആർ ശങ്കറിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹിന്ദു മഹാമണ്ഡലം മന്നത്ത് പത്മനാഭനുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ആർ ശങ്കർ ആണ്. ആർ ശങ്കറിനെ റിലേറ്റ് ചെയ്ത് ഒരു ഫാക്റ്റും കൂടെ ഇപ്പോ പറയാൻ പോകുന്നു. SNDP സാരഥിയും കോൺഗ്രസ് നേതാവുമായിരുന്നു ആർ ശങ്കർ. SNDP സാരഥിയും കോൺഗ്രസ് നേതാവുമായിരുന്നു ആർ ശങ്കർ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് കേരള നവോത്ഥാനത്തിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആരെങ്കിലും ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും അടങ്ങിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്